അപ്പോൾ നമ്മൾ ഫൈസാബാദ് എത്താറായി ഇപ്പോൾ അയോധ്യയിലേക്കുള്ള. മഹാരാഷ്ട്രയിൽ നിന്നുള്ള മേയറാണ്. BJP കൗൺസിലറാണ്. മേയർ സോറി. അപ്പൊ ഈ സാരി എന്താ വെച്ചാല് മഹാഭാരത കഥയില് ശ്രീരാമന്റെ സീതാ സ്വയംവരമാണ് ഈ സാരിയിലെ സ്റ്റോറി. അപ്പൊ അങ്ങനെ ഒരു സ്റ്റോറി ആയിരിക്കും ഈ സാരികൾക്ക് ഉണ്ടാവുക. അയോധ്യയിലേക്ക് ഭക്തർ ഒഴുകുന്നു. ദില്ലിയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും കാൽനടയായി ആളുകൾ പോകാൻ തുടങ്ങി. ദില്ലിയിൽ നിന്ന് അയോധ്യ വരെ വഴിനീളെ കാവി പാറുന്നു. എവിടെ നോക്കിയാലും കുങ്കുമം ചാലിച്ച നിറത്തിലാണ്. ഇപ്പോൾ ദില്ലിയിൽ നിന്നും അയോധ്യ രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് വിശിഷ്ടാതിഥിയായി ക്ഷണം കിട്ടിയ നുസ്രത്ത് ജഹാൻ വഴിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവയ്ക്കുന്നു. അയോധ്യ യാത്രാ വിവരണം നടത്തുന്ന നുസ്രത്ത് ജഹാൻ ദില്ലി മലയാളിയും കോഴിക്കോടുകാരിയും NDA ഘടകകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റുമാണ്. ഫൈസാബാദിലെത്താറായി. വഴിനീളെ കാണുമ്പോൾ ഫുൾ കൊടികളും തോരണങ്ങളും ഓർഡിങ്സ്, ഇതുപോലുള്ള ഓർഡിങ്സും എല്ലാ സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഒരു ലക്നൗ തൊട്ട് തന്നെ കൊടിയുടെ കച്ചവടവും ഷോളിൻ്റെ കച്ചവടവും ഒക്കെ ആയിട്ട് എല്ലാം ആയിട്ട് പിന്നെ കച്ചവടങ്ങൾ കൊണ്ട് ഉത്സവം തന്നെ തുടങ്ങുന്നുണ്ട് ലക്നൗ എത്തുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ഫൈസാബാദ് എത്താറായി ഇപ്പോൾ അയോധ്യയിലേക്കുള്ള ഫസ്റ്റ് സിറ്റി. ജസ്റ്റ് ദെൻ ഇപ്പോൾ ഞങ്ങൾ നടന്നു പോകണം. ലക്നൗവിന് നടന്നു പോണ ആൾക്കാരെ കണ്ടപ്പോൾ ഇവരോടൊന്ന് സംസാരിക്കാൻ വിചാരിച്ചു. So you can talk. क्या नाम है? सर्वेश यादव. सर्वेश यादव. कहाँ से आप आए हैं? लखनऊ से. अच्छा. लखनऊ मलिहाबाद. पैदल ही जाएंगे आप? जी पैदल. आपका क्या नाम है भैया? सरोज यादव. सरोज यादव. So both of you. दोनों आदमी साथ साथ हो? Oh, brother. क्या okay. So how many days you will stay in Ayodhya? कितने दिन आप रहोगे? 30 days. 30 days in Ayodhya. जी वहीं रुके. Oh, that is what you do, puja. जी. क्या पूजा है आप to 30 days? क्या पूजा करना है? बस श्री राम भगवान के दर्शन करना है और वहीं रुक के जो भी सेवा सत्कार करना पड़ेगा या मंदिर में जो भी करना वही करेंगे. ഓക്കെ. സോ 30 ദിവസം അവിടെ നിന്ന് ശ്രീരാം ഭഗവാന് വേണ്ടി കർമ്മങ്ങൾ ചെയ്യാൻ, മന്ദിറിലെ കർമ്മങ്ങൾ ചെയ്യാൻ വ്രതമെടുത്തിട്ട് ലക്നൗന്ന് നടന്നു വരുന്ന സഹോദരന്മാരാണ് നമ്മൾ കണ്ടത്. ഇതുപോലെ ഒരുപാട് പേരുണ്ട്. സൈക്കിളിൽ വരുന്നവരുണ്ട്, നടന്നിട്ട് വരുന്നുണ്ട്. ലക്നൗവിന്റെ മുമ്പേ തന്നെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ നാട് രാമനെ കാത്തിരുന്നതായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 500 വർഷത്തിന്റെ കാത്തിരിപ്പിന്റെ സന്തോഷം നമുക്ക് ഈ നഗരത്തിൽ എത്തിയാൽ കാണാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും വലിയ. നല്ല തണുപ്പാട്ടോ. ഇറ്റ്സ് ലൈക്ക് 5 ഡിഗ്രി ആണ് ഇവിടുത്തെ തണുപ്പ്. അപ്പോൾ ലെറ്റ് സർവൈവിങ്. ठंडी में आप कैसे, मतलब ठंडी में कैसे बिताओगे? ठंडी में आप कैसे वहाँ बिताओगे? नो ठंडी मतलब कुछ व्यवस्था अपनी लेकर के चल रहे हैं. നോ പ്രോബ്ലം. തണുപ്പിനെ പോലും ഒരു പ്രശ്നമില്ല. 5 ഡിഗ്രിയിൽ ഈ ക്ലോത്ത്സിലാണ്. നമ്മളൊക്കെ ഇപ്പോൾ 4-5 ഇട്ടിട്ടുണ്ട്. തണുപ്പ് പോലും അവിടെ എത്തുമ്പോൾ എങ്ങനെയാന്നുള്ളത് ഒക്കെ ഭഗവാനിൽ വെച്ചിട്ടാണ്. അത്രയും ശ്രീരാമനോടുള്ള ഭക്തിയാണ് നമ്മൾ കാണുന്നത്. ഇതുപോലെ തന്നെ അനേക ആൾക്കാരെ വഴിനീളെ കാണാം. അപ്പോൾ പിന്നെ തട്ടുകടകളിൽ നല്ല ചായ, നല്ല കടക് ടീ ഒക്കെ കുടിച്ച് നല്ല എൻജോയ് ചെയ്ത് ഡൽഹിയിൽ നിന്നുള്ള യാത്ര ഞങ്ങൾ ഫൈസാബാദിലെത്താൻ പോകുന്നു. താങ്ക് യു സോ മച്ച്. नंबर अपना दे दीजिए. देखो അയോധ്യയിലേക്ക് പോകുന്നത്. महाराष्ट्र. दुलिया पुणे मुंबई. He's a mayor from Dulia. Yeah, mayor from Dulia, Maharashtra. Yeah. Oh, he's a mayor. Come this side. Which party? BJP. BJP. I'm from Ramdas Hathawala party. National Vice President. RPI. शुभ नेम वीडियो. नुसरत जहान. आपका सुना है? आप वो शादा में आते हो ना, तो इरफान का रहता है. इरफान भाई. इरफान का ही सर. इरफान हमारा भाई. छोटा है हमारा. वो हमारा
दोस्ती दोस्ती क्या अच्छा वाले Yeah, Tavale group. Ayub Sheikh है ना Oh, yeah, I know. I'm national vice president for the party. Oh, very good. ये बस आप मनोज तिवारी जी आ गए Yes, I'll just. Okay. So, in Maharashtra, mayor ആണ്. Which constituency? Dule city. Dule Dulia. BJP councillor ആണ്. No, he's the mayor. Mayor, sorry. He's the mayor of Dule. അവര് മഹാരാഷ്ട്രയിൽ നിന്നാണ് വരുന്നുകൊണ്ടിരിക്കുന്നത്. ഇത്രയും അതാണ് രാമഭക്തി. Okay, so this They are from Pune. These are from Pune. And they are from Malegaon. Advocate Akhilesh Dubey. He's from here only. He's from here only. Ayodhya. Akhilesh Dubey. Bangalore from Nagesh. He's from Bangalore. so we are all the South Indians. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ പോണത് ഒരു പ്രത്യേക സാരിയാണ്. ഈ സാരി എന്ന് പറഞ്ഞാല് വെസ്റ്റ് ബംഗാളിലെ മുർഷിദാബാദില് നെയ്ത സാരിയാണ്. ദിസ് ഇസ് എ പ്യുവർ സിൽക്കില് സ്വർണത്തിന്റെ നൂല് കൊണ്ട് നെയ്ത